എന്താടാ അച്ഛൻ മൊത്തൊരു വിഷമം? ഞാൻ റസീദിന്റെ ഫോൺ നോക്കിയപ്പോഴില്ലേ സർക്യൂട്ടന്നെ. അങ്ങനെ തന്നെ വേണം. നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ മൊബൈലിൽ ഗെയിം കളിച്ചോണ്ടിരിക്കരുതെന്ന്? ഗെയിം കളിച്ചല്ല അമ്മ, പരീക്ഷയ്ക്കുള്ള ടാബിളില്ലേ അത് ഡൗൺലോഡ് എടുക്കാൻ പോയതാ. ഓ, അപ്പൊ ഒരു കാര്യം ചെയ്യാം, നിനക്ക് എന്റെ ഫോൺ എടുത്ത് ഡൗൺലോഡ് ചെയ്തുകൂടായിരുന്നോ? നീ എന്തിനാ അവിടെ പോയത്? അതിന് നെറ്റ് വേണ്ട അമ്മ. അതിന് നെറ്റ് വേണല്ലേ? ഒരു കാര്യം ചെയ്യാം, അച്ഛൻ വരട്ടെ കേട്ടോ. എന്നിട്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നെറ്റൊക്കെ ചാർജ് ചെയ്തിട്ടുള്ളൊരു ഫോൺ നമുക്ക് ഒട്ടെണ്ണ റെഡിയാക്കാം. ഇതൊക്കെ വല്ല നടക്കോ? നടക്കൂടെ, നിന്റെ സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് വേണ്ടിട്ടല്ലേ? ഞാൻ അപ്പുറത്തെങ്ങാനും പോയി അച്ഛൻ വന്നിട്ട് ഞാൻ എന്തായാലും വാങ്ങിപ്പിക്കാം. പോരാ? അച്ഛൻ മണിക്കൂട്ടുണ്ട്. ഇവിടെ പോടാ, റിസിയത്തിന്റെ വീട്ടിൽ നിന്ന് ചീത്ത കെട്ടി വെച്ചിട്ട് ഇവിടെ വന്ന് വലിയ ആളാവല്ലേ. ഞാൻ വാങ്ങിപ്പിക്കുന്നു എന്തായാലും. പോരാ? ഇപ്പൊ ഇക്കോടെ ഞാൻ ശരിയാക്കി തരാം. ദൈവമേ, ശരിയാവോ? വരട്ടെ. നല്ല ഒന്നാം നമ്പർ അയിലാണ്. കറി വയ്ക്കും ചെയ്തോ വർക്കും ചെയ്തോ? പാസുവേട്ടാ, അച്ഛൻ്റെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണം. അച്ഛൻ്റെ കാര്യത്തിൽ എന്താ നീ തീരുമാനത്തിന് പ്രശ്നം? അവൻ നിന്റെ മോൻ തന്നെയല്ലേ? അയ്യോ, കൂടുതൽ തമാശക്കല്ല കേട്ടാ. അവന് സ്കോളർഷിപ്പ് പരീക്ഷയാന്നറിയോ നിങ്ങക്ക്? പരീക്ഷ എഴുതിക്കോട്ടെ. അതിന് ആദ്യം പഠിപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ കാര്യം നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം. അപ്പൊ അതിന് പറ്റിയൊരു ഫോൺ വേണം. അതൊന്ന് വാങ്ങിച്ചു കൊടുക്കുവോ? ഫോണ് വാങ്ങിക്കാനാ? പുതിയ ഫോണ് വാങ്ങിച്ചിട്ട് നിങ്ങളിപ്പോ സ്കോളർഷിപ്പ് പരീക്ഷ എഴുതണ്ട. എന്ത് വർത്താന വാസുവേട്ടാ പറയുന്നത്? സ്കോളർഷിപ്പ് കിട്ടിയ നമുക്ക് തന്നെയല്ലേ ഗുണം. 10ാം ക്ലാസ് വരെ പിന്നെ അവന്റെ പഠിപ്പിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കേ വേണ്ട. പിന്നെ മാസത്തിൽ ഷൈപ്പൻറ്റും കിട്ടും. ഷൈപ്പൻറ്റ് കിട്ടും? അതൊക്കെ പുസ്തകം നോക്കി പഠിച്ചാലും കിട്ടും. അങ്ങനെ എഴുതി പാസ്സായാൽ മതി. ഓ, അല്ലെങ്കിൽ ഈ വാട്സപ്പും ഫേസ്ബുക്കും കുന്തൊന്നും അറിയാത്ത നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പക്ഷെ എൻ്റെ മക്കളുണ്ടല്ലോ, ഞാൻ ലോകം കണ്ടു വളർത്തും. എടി, അവൻ ഈ വീട് ഇതിന്റെ ചുറ്റുവട്ടം ഇവിടേക്കുള്ള ലോകം കണ്ടു വളരട്ടെ, എന്നിട്ട് മതി പുറത്തേക്കുള്ള പോക്ക് കേട്ടോ. അപ്പൊ നിങ്ങൾ മൊബൈൽ വാങ്ങിക്കൊടുക്കൂല? മൊബൈലൊന്നും വാങ്ങിച്ചു തരില്ല. അപ്പോൾ അതിനൊന്നും എൻ്റെ കയ്യിൽ പൈസ ഇല്ല. പിന്നെ ഞാൻ ഈ നെറ്റും മൊബൈലൊന്നും ഉണ്ടായിട്ടല്ലോ ഇപ്പൊ ഞാൻ ഈ പൊസിഷനിലേക്ക് എത്തിയത്. ആ പൊസിഷനിലേക്ക് എത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവനത് വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞത്. അതെ, നീ വെറുതെ വേണ്ടാത്ത കാര്യങ്ങൾ പറയല്ലേ. ഒരു ഗ്ലാസ് കട്ടൻ ചായ വെക്കും. വേണ്ടാത്ത കാര്യമല്ല വാസോട്ട, വേണ്ട കാര്യ. ഞാൻ അവൻ്റെ അടുത്ത് പറയും. എപ്പോ പോയതാണ്? എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ സമയത്തിന് കടയിലേക്ക് വരണമെന്ന്? എത്ര നേരമായി ഞാൻ എന്നെ കാത്തിരിക്കുന്നു. ഇപ്പൊ പൂട്ടിട്ടാ പോന്നിട്ടുള്ളത്. എനിക്ക് ഒറ്റക്ക് ഇരിക്കാൻ പറ്റില്ല ആശാനെ കടയിൽ. എന്താണ് എടാ, അവിടെ ആൾക്കാർ തയ്ക്കാൻ കൊണ്ടുവന്ന സാധനങ്ങൾ മേടിക്കാൻ വരുമ്പോ അതൊന്ന് എടുത്തു കൊടുക്കാൻ ഒരാളവിടെ വേണ്ടേ? അപ്പോഴല്ലേ കായ് കിട്ടുക. തയ്ച്ച സാധനം വാങ്ങാൻ വരുന്നതല്ല, തയ്ച്ചത് ശരിയായിട്ടാ തല്ലാൻ വരുന്നതാണ്. പൈസ വരാനൊന്നും അല്ല വരുന്നത് ആശാനെ. ഈ തല്ലാൻ വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ 5-6 മാസം മുമ്പ് തയ്ക്കാൻ തന്നവരാണ്. ഓൻ അതൊക്കെ അങ്ങോട്ട് തന്നു പോയിട്ട് പിന്നെ തിന്ന് കൊഴുത്ത് തടിച്ച് ചീർത്ത് ഇങ്ങോട്ട് വരുമ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ ഷർട്ട് വാങ്ങാവുക? അപ്പോൾ അത് ഇജ്ജ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണോ? എന്ത് മനസ്സിലാക്കാം? തുന്ന് പൊട്ടിച്ചു കൊടുത്താൽ പോരെ? അപ്പോഴാകുമ്പോൾ വല്ല ആശുപത്രിയിലും കിടന്നിട്ട് മെലിഞ്ഞിട്ട് വരുന്നത്. എടാ, ഇതിന് ഒരു അടിയൊക്കെ ഉറപ്പാണ്. അത് മനസ്സിലാക്കിയിട്ട് അവരുടെ അടുത്ത് തക്കത്തിൽ പറഞ്ഞ് സംസാരിച്ച് നിൽക്കാൻ പഠിക്കണോ? അതിനല്ല എന്നെ അവിടെ ഇരുത്തിയേക്കള് തജ്ജാലേ. അത് പറ്റുന്നില്ല ആശാനെ. എങ്ങനെയും എന്താ പറ്റാത്ത എനിക്ക്? ഓരോരോ കാര്യങ്ങളുടെ അങ്ങനെയാണ് ഇതൊക്കെ പഠിക്കുക. ചെറിയ അടിയൊക്കെ കൊള്ളൂ. അതാ എന്താണ് എന്താ വാസുട്ടേ? എപ്പോ പടച്ച റബ്ബേ, എന്നിട്ട് തെരഞ്ഞോ? ഞാതാ വരണേ. പോരാ. എന്താ വാസുട്ട മോനെ കാണാനില്ലാന്ന്. എന്തെങ്കിലും വരെ സ്കൂൾ വിട്ട് വന്നിട്ട് എത്ര മണി? 4 ആയില്ലേ? സമയം ആവുന്നല്ലേ? അല്ല, അതല്ല, സ്കൂൾ ഉച്ചക്ക് വിട്ട് ഇപ്പൊ 4 മണിയായിട്ടും ആളെ കാണാനില്ല, അവനെ കാണാനില്ലാന്ന്. എന്ത് ചെയ്യും? കുഞ്ഞിനെ നോക്കണ്ട ഇനി. അത് ആരെങ്കിലും തട്ടിക്കൊണ്ടുവരുന്നുണ്ടാവും. കുറ്റം നോക്കി അങ്ങോട്ട് തരുവാണ്ട് ഞാൻ. എന്ത് വർത്താനം പറഞ്ഞേ? പത്രത്തിലെ കാണുന്നോണ്ടാ ഞാൻ പറഞ്ഞു. ആശാനെ, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ്. വേണ്ട, അതൊന്നും ശരിയാവില്ല. വേണ്ട. ശരിയാ, നമുക്ക് ആശുപത്രിയിൽ പോയി അന്വേഷിക്കാം. വേണ്ട ചങ്ങായി, വേണ്ട ആശാനെ. ഒരു കാര്യം ആശാനെ, ഞാൻ ആശാനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നമുക്ക് വാസോട്ടനും മതികച്ചിയോടും നാട്ടുകാരോടും വീട്ടുകാരോടും എല്ലാം പറയാം. കുഞ്ഞു പോയതല്ലേ. മിണ്ടാക്കണം, വിളിക്കട്ടെ. ഈ വന്നിട്ട് ആശ്വസിപ്പിക്കണം അവിടെ. ഇപ്പൊ ഈ കുറച്ച് നേരത്തെ എന്താ പറഞ്ഞു ഞാൻ കേട്ടല്ലേ? ഞാൻ കടയിലേക്ക് തന്നെ ചെല്ലി. കടയിലേക്കല്ലേ, അവിടെ ആരെങ്കിലും വരും. പോ ചെല്ലി. ജോസിറ്റേ, അതെ, അറിഞ്ഞ ഒരു കാര്യം അറിഞ്ഞോ? നമ്മുടെ വാസുട്ട കുട്ടീനെ കാണാൻ ഞാൻ